സംസ്ഥാന സ്കൂൾ കായികമേള സമാപന സമ്മേളനം അലങ്കോലപ്പെട്ടതിൽ അന്വേഷണം നടത്താൻ തീരുമാനം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് 3 അംഗ സമിതിയെ നിയോഗിച്ചു. മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിലാണ് തീരുമാനം. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, സർക്കാർ ഇക്കാര്യത്തിൽ എന്താണ് പറയുന്നത്? എന്ത് നടപടിയാണ് സർക്കാർ ഇക്കാര്യത്തിൽ കൈക്കൊള്ളാൻ പോകുന്നത്? നീലിമ, നേരത്തെ തന്നെ 2 സ്കൂളുകൾക്ക്, ഒന്ന് കോതമംഗലം ബാർബേസിൽ, അതുപോലെ തന്നെ മറ്റൊരു സ്കൂളിനുമെതിരെയാണ്, തിരുനാവായ നവാമുകുന്ദ സ്കൂളിനുമെതിരെയാണ് സർക്കാർ രീതിയിലുള്ള ആരോപണം ഉന്നയിച്ചത്. വി ശിവൻകുട്ടിയാണ്. പ്രത്യേകിച്ച് ഈ കായികമേളയുടെ സമാപന സമ്മേളനം അലങ്കോലപ്പെടുത്താൻ ഈ 2 സ്കൂളുകളും ശ്രമിച്ചു എന്നുള്ളതായിരുന്നു മന്ത്രി പറഞ്ഞത്. അവരുടെ പരാതി കേൾക്കാം, അതിൽ പരിശോധന നടത്താം എന്ന് പറഞ്ഞിട്ടും അവർ ഈ രീതിയിൽ ഉള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയെന്ന രീതിയിൽ മന്ത്രി വിമർശനവും ഉയർത്തിയിരുന്നു. ഇപ്പോൾ അത് പരിശോധിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു സമിതിയെ തന്നെ നിയോഗിച്ചിരിക്കുകയാണ്. നിലവിൽ 3 അംഗ സമിതിയാണ് രൂപീകരിച്ചിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി MA മീനാംബിക, ജോയിന്റ് സെക്രട്ടറി ബിജു കുമാർ, BTSAC RT ഡയറക്ടർ ഡോക്ടർ ജയപ്രകാശ് എന്നിവരാണ് സമിതി. ഇവർ 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 2 സ്കൂളുകളും ഈ സമിതിക്ക് മുന്നിൽ വിശദീകരണം നൽകണമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അന്വേഷണത്തിനൊടുവിൽ എന്തായിരിക്കും നടപടി എടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോൾ വ്യക്തതയില്ല. എന്തായാലും വിദ്യാഭ്യാസ നടപടി എന്തെന്ന് കാത്തിരിക്കാം. സംസ്ഥാന സ്കൂൾ കായികമേള സമാപന സമ്മേളനം അലങ്കോലപ്പെട്ടതിൽ അന്വേഷണം നടത്താൻ തീരുമാനമായിട്ടുണ്ട്. പ്രജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്.